താൻ മോശമായി പെരുമാറിയെന്ന നടി മിനു മുനീറിന്റെ ആരോപണത്തിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ. മിനു മുനീറുമായി ലൊക്കേഷൻ കാണാൻ പോയെന്ന ആരോപണം തെറ്റാണ്. ലൊക്കേഷൻ കാണിക്കാൻ താൻ സിനിമയുടെ സംവിധായകനോ നിർമ്മാതാവോ ഒന്നുമല്ലെന്നും ചന്ദ്രശേഖരൻ 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഈ മീനു മുനീറിന് പിന്നീട് വന്ന പേരാണ് മീനു കുര്യൻ. ഞാനും മീനു കുര്യനും നെയ്ബേഴ്സാണ്. മറൈൻ ഡ്രൈവിൽ ആയിരുന്നു. മറൈൻ ഡ്രൈവിൽ ഞാൻ ആർമി വെൽഫെയർ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് അവരോട് വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അച്ചായൻ. അത് ഇത്ര ഏജറാണ്. അദ്ദേഹം ഈ പറയുന്ന കയറി പിടിച്ചെന്ന് പറയപ്പെടുന്ന ആൾ. അദ്ദേഹം മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടാണ്. അദ്ദേഹം അതിനോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പൈസ തിരിച്ച് കിട്ടുന്നതാണ്, അതുകൊണ്ട് ഒരു എഗ്രിമെൻറ്റും തരാം, ഒരു 20 lakhs അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹവും ജോയ് ജേക്കബും പ്രൊഡ്യൂസർമാരായി. ഈ സിനിമയിൽ ഇവർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ കുട്ടിക്കാലത്ത് ലൊക്കേഷൻ കാണാൻ പോയതും പറയുന്നുണ്ട്. സബ്സിക്വൻ്റ്ലി ഈ പുതിയ രാജു കണ്ണിമേൽ എന്ന് പറഞ്ഞ അദ്ദേഹം വന്ന സമയത്ത് ഇവരെ പിന്നെ അതിൽ നിന്ന് മാറ്റുകയുണ്ടായി, അഭിനയിക്കുന്നതിൽ നിന്ന് മാറ്റുകയുണ്ടായി. അതിന് ഞാൻ പറഞ്ഞിട്ട് മാറ്റിയതാണോ എന്നുള്ളത് രീതിയിലാണ് അവർ മനസ്സിലാക്കിയത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ല. ഈ കാര്യം ഇതിൻ്റെ ഡയറക്ടറോട് ചോദിക്കുകയും ചെയ്തു. വക്കീൽ പറഞ്ഞിട്ടാണോ എന്നെ ഇതിൽ നിന്ന് മാറ്റിയത്? ഇത് കലാഭവൻ മണിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന റോളിൽ നിന്നും സോണ നായരാണ് പിന്നെ വന്നത്. ഇതൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോയെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ ഞാനിതിൻ്റെ പ്രൊഡ്യൂസറല്ല, എന്താ പറയുക, ആർട്ട് ഡയറക്ടറല്ല, ദെൻ ഡയറക്ടറല്ല, പ്രൊഡക്ഷൻ കൺട്രോളറല്ല. അപ്പോൾ എനിക്കിതുമായിട്ട് ഒരു ബന്ധവും എനിക്കിതിനകത്തില്ല. ഈ സിനിമ ഇതിനകത്ത് ഞാൻ അതിനകത്ത് ആക്ട് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ്. എന്നെ ജയരാജ് എൻ്റെ ഫ്രണ്ടാണ്. അതിനകത്ത് വിജയൻ എൻ്റെ ക്ലയൻറ്റുമാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. അന്ന് ഈ ഒഡീഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടായിരുന്നു. എനിക്കൊക്കെ ഒഡീഷൻ നടത്തിയത് ഈ ബോൾഗാട്ടി റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾ ഒരിക്കൽ പോലും വേറെ തരത്തിൽ സംസാരിക്കാതെ, ഞങ്ങളുടെ നൈബറാണല്ലോ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ലേഡി ഉള്ളത്. അല്ലാണ്ട് ഞാൻ ഒരിക്കൽ പോലും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്കറിയാം. ഇതാണ് ഇതിനകത്തുണ്ടായ സംഭവം. ശ്രീകാന്ത്, വിവരങ്ങളുമായി ശ്രീകാന്ത്. കഴിഞ്ഞ ദിവസം മിനു ഒട്ടേറെ പേരുടെ പേരുകൾ പറഞ്ഞു, നടന്മാരുടേതും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണോ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ? അനുജ, തീർച്ചയായും അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: മിനു മുനീറുമായി ലൊക്കേഷൻ കാണാൻ പോയി എന്ന അവരുടെ ആരോപണം അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്, തെറ്റാണ്. ലൊക്കേഷൻ കാണിക്കാൻ താൻ സിനിമയുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ പ്രൊഡക്ഷൻ കൺട്രോളറോ ആരുമായിരുന്നില്ല. താൻ ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അത് ജയരാജ് തൻ്റെ സുഹൃത്തായതുകൊണ്ട് തനിക്കൊരു വേഷം കിട്ടി, അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. താൻ ഇടപെട്ട് അവരെ മിനു മുനീറിനെ സിനിമയിൽ നിന്നും മാറ്റി എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. അത് അന്നേ ഉണ്ടായിരുന്നു. അത് അവർ ഡയറക്ടറോട് ചോദിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായി ആയിരിക്കാം ഈ ആക്ഷേപം ഉന്നയിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മിനു മുനീറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില സ്ഥാപിത താല്പര്യക്കാർ കൂടിയുണ്ട്. അത് രാഷ്ട്രീയ പ്രൊഫഷണൽ മേഖലയിലെ ആളുകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മിനു മുനീർ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്, പക്ഷെ അത് ലൈംഗികാരോപണം എന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. നേരെ മറിച്ച് ഇതിലെ പ്രൊഡ്യൂസറുടെ അടുത്ത് എത്തിച്ചു അദ്ദേഹം. അതായത് ലൊക്കേഷൻ കാണാൻ കൊണ്ടുപോയി ഒടുവിൽ പ്രൊഡ്യൂസറുടെ അടുത്ത് എത്തിച്ചു എന്നുള്ളതാണ് ഉന്നയിച്ച ആരോപണം. പക്ഷേ താൻ അവർക്കൊപ്പം യാത്ര ചെയ്തിട്ടില്ല. അതാണ് അവർ മിനു മുനീർ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. നമ്മൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകൾ പരിശോധിക്കുന്നു. ഹെഡ്ലൈൻസ്.